പിന്നെ ഡ്രസ് സ്വാതന്ത്ര്യം കവേർഡായിട്ട് ഇടുന്ന അൺകവേർഡായിട്ട് അതും പിന്നെ മാറുമറക്കൽ സമരത്തിന് നമ്മൾ വെറുതെ സമരം ചെയ്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു ചോയ്സാണ്. മറക്കണോ വേണ്ടെന്നുള്ള ചോയ്സിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്തത്, അല്ലാതെ മറക്കാൻ വേണ്ടി മാത്രം എന്നുള്ളതല്ല. അത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ കരം കെട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതവർ തെറ്റായിട്ടാണ് ധരിക്കുന്നത്. അത് പറഞ്ഞത് ശരിയാണ്. കാരണം പണ്ടത്തെ സ്ത്രീകൾ മറയ്ക്കാനുള്ള അവകാശം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമരം ചെയ്ത് ആ ഒരു അവകാശം നേടിയെടുത്തത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സര ഓട്ടത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു മറയ്ക്കൽ സമരത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിൽ ഗൂഗിളിലെങ്കിൽ നോക്കി മനസ്സിലാക്കിയിട്ടെങ്കിലും ഒന്ന് അതിനെക്കുറിച്ച് പറഞ്ഞാൽ നന്നായിരിക്കും. ഈ ഒരു മറയ്ക്കൽ സമരം നടത്തിയത് അവർക്ക് മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോഴും നിങ്ങൾ പറയും പോലെ കാണിക്കാൻ വേണ്ടിയിട്ട് മത്സരം കാണിക്കുന്നില്ല. അവർക്ക് മറയ്ക്കൽ നടത്താൻ വേണ്ടി തന്നെയാണ്. അവർ പണ്ടുള്ള കാലത്ത് ഈ ഒരു എത്ര പതിറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന സമ്പ്രദായമാണ് ഈ ഒരു മറയ്ക്കരുത് എന്നുള്ള കാര്യം. അതും ഈ ഒരു 1859 കാലഘട്ടത്താണ് ഈ ഒരു മറയ്ക്കൽ എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള രീതിയിൽ ഒരു വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ വളരെ ശോചനീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ. കാരണം ആ ഒരു സമയത്ത് താഴ്ന്ന ജാതിക്കാർക്ക് ഈ ഒരു മറയ്ക്കാനുള്ളൊരു അവകാശം ഉണ്ടായിരുന്നില്ല. അതും അവകാശം വന്നതും ഈ ഒരു ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരെ പോലെ വസ്ത്രധാരണം നടത്താനും പറ്റില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പുസ്തകങ്ങളിലൊക്കെ വായിച്ചാൽ, ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ പറയുന്നത് ഈ മറയ്ക്കൽ അത് നമ്മുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. നിങ്ങൾ വസ്ത്രം ഇട്ടാലും വസ്ത്രം ഇട്ടില്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല, നിങ്ങൾ ആരും നോക്കാനും വരുന്നില്ല. പിന്നെ പറയുമ്പോഴത്തേക്ക് എന്തോ മറയ്ക്കൽ സമരം നടത്തിയത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനാണ് എന്ന് പറയുന്നതിൽ അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പറയുന്നത് മറയ്ക്കൽ നടത്തിയത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. പണ്ട് എപ്പോഴാണ് ഈ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നത്? ഈ ഒരു കാലഘട്ടത്തിലല്ലേ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ വന്നു തുടങ്ങിയത്. അല്ലാത്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒന്നുകിൽ മുണ്ട്, പിന്നെ ബ്ലൗസ്, പിന്നെ ദാവണി പോലത്തെ ഒരു അങ്ങനത്തെ സെറ്റ് സാരി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യം, നിങ്ങൾക്ക് മറയ്ക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്തു. അല്ലാണ്ട് ഈ മറയ്ക്കൽ സമരത്തിന് വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ചാന്നാർ ലഹളം നടത്തിയതേ മറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു അവകാശം ഇല്ലായിരുന്നു ഇവിടുത്തെ സ്ത്രീകൾക്ക്, അങ്ങനത്തെ ഒരു അവകാശം ഇല്ലായിരുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാം. പിന്നെ ഈ കാര്യങ്ങളൊന്നും എടുത്ത് പറയരുതേ. പിന്നെ ശരിയാണ്, പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ടതൊന്നും ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പല കാര്യങ്ങളിലൂടെയും മനസ്സിലാകുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ആരും കൈകടത്താൻ വരുന്നില്ല.